ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ ഇൻ ഹാർമണി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. മുഴുവൻ ആക്ടിവിറ്റീസുമില്ല, എന്നാലും ഒരുവിധം ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഇന്ന് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. Activity 1. Identify appropriate pairs of words from the table. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഓരോ ജീവികളുടെ പേരും അവയുണ്ടാക്കുന്ന ശബ്ദങ്ങളുമാണ് ഇതിലുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ആക്ടിവിറ്റി. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബീസ് ബസ്റ്റ്. ബീസ് ഉണ്ടാക്കുന്ന, തേനീച്ച ഉണ്ടാക്കുന്ന ശബ്ദത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ബസ്റ്റ്. അതുപോലെ നമ്മൾ മറ്റ് വാക്കുകൾ, ബേബി ഉണ്ടാക്കുന്ന ശബ്ദത്തെ നമ്മൾ ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. ബേബി ഗിഗിൾഡ്. കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നതിനെയാണ് ഗിഗിൾഡ് എന്ന് പറയുന്നത്. സ്നേക്ക് ഹിസ്ഡ്. ക്ലോക്ക് ടിക്ഡ്. ലീവ്സ് റസിൽഡ്. ഇലകളൊക്കെ ഇങ്ങനെ കരിയിലകളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദത്തിനെയാണ് റസിൽഡ് എന്ന് പറയുന്നത്. ബെൽസ് ജിങ്കിൾഡ്. മണികൾ മുഴങ്ങുക എന്ന് പറയില്ലേ, ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ബെൽസ് ജിങ്കിൾഡ്, മണികൾ മുഴങ്ങി. ഇതാണ് ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 2 നോക്കാം. ദ ക്രോ സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? റോക്കി മരത്തിന് മുകളിലേക്ക് കയറി പോകുന്നത് കാക്ക കണ്ടു. കാക്കയുടെ കൂട് ആ മരത്തിന് മുകളിലായിരുന്നു. അപ്പോൾ കാക്കയുടെ മനസ്സിലോടിയ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓ ഗോഡ്, ദിസ് ഡോഗ് ഈസ് ക്ലൈംബിംഗ് ഓൺ ദ ട്രീ. മൈ ചിക്സ് ആർ എലോൺ ഇൻ ദ നെസ്റ്റ്. ഹി വിൽ ക്യാച്ച് മൈ ചിക്സ്. ഐ നീഡ് ടു സ്റ്റോപ്പ് ഹിം റൈറ്റ് നൗ. ഇതൊക്കെയായിരിക്കും അല്ലേ കാക്ക ചിന്തിച്ചത്. എൻ്റെ ദൈവമേ, ദിസ് ഡോഗ് ഈസ് ക്ലൈംബിംഗ് ഓൺ ദ ട്രീ. ഈ നായ ആ മരത്തിന് മുകളിലേക്കാണല്ലോ കയറുന്നത്. എൻ്റെ കുട്ടികൾ കൂട്ടിൽ തനിച്ചാണ്. ഹി വിൽ ക്യാച്ച് മൈ ചിക്സ്. ഈ നായ എൻ്റെ കുട്ടികളെ പിടിക്കും. ഐ നീഡ് ടു സ്റ്റോപ്പ് ഹിം റൈറ്റ് നൗ. അവനെ ഞാൻ ഇപ്പം തന്നെ തടയേണ്ടതുണ്ട്. ഇതൊക്കെയായിരിക്കും അല്ലേ കാക്ക ചിന്തിച്ചിട്ടുണ്ടാവുക. വേറെ എന്തൊക്കെയാണ് കാക്കയുടെ മനസ്സിലൂടെ ഓടിയതെന്ന് കൂട്ടുകാർ എഴുതി നോക്കൂ. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇവിടെ ഒരു മനോഹരമായ ചിത്രം തന്നിട്ടുണ്ട്. അത് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കൂട്ടുകാർ കാണുന്നത്? ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ? എ റിവർ ഈസ് ഫ്ലോവിങ്. ഒരു മനുഷ്യൻ ബോട്ടിലൂടെ, ഒരു ചെറിയ തോണിയിലൂടെ പുഴയിലൂടെ പോകുന്നുണ്ട്. വേറൊരു മനുഷ്യനാണെങ്കിൽ ഒരു കല്ലിന് മുകളിൽ ഇരുന്നിട്ട് ഫിഷിങ് ചെയ്യുകയാണ് അല്ലേ, ചൂണ്ടയിടുകയാണ്. പിന്നെ ഒരു പശു വെള്ളം കുടിക്കുന്നുണ്ട് പുഴയിൽ നിന്ന്. പിന്നെ ഒരു നായ പുല്ലിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. ആ മരത്തിന് മുകളിലാണെങ്കിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ദിസ് പിക്ചർ ഷോസ് എ ബ്യൂട്ടിഫുൾ റിവർ വിച്ച് ഫ്ലോസ് വെരി കാംലി. ഈ ചിത്രത്തിൽ നമ്മൾ മനോഹരമായ ഒരു ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ കാണുന്നുണ്ട്. ദർ ഈസ് എ മാൻ സെയിലിംഗ് ഹിസ് സ്മോൾ ബോട്ട് ത്രൂ ദി റിവർ. ഒരു മനുഷ്യൻ തോണിയിലൂടെ പോകുന്നുണ്ട്. അനദർ മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക് ആൻഡ് ഫിഷിംഗ് ഫ്രം ദ റിവർ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി റിവർ. എ ഡോഗ് ഈസ് റണ്ണിംഗ് ത്രൂ ദ ഗ്രാസ്. ദർ ഈസ് എ പാരറ്റ് സിറ്റിംഗ് ഓൺ ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദ ട്രീ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദി ഈവൻസ് ഇൻ കോളം ബി. കോളം എയിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കോളം ബി ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. കോളം ബിയിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോളം ബിയിലുള്ള സെൻറ്റൻസ് വായിച്ചൊന്ന് നോക്കാം. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. കാക്ക മരച്ചിലക്കടിയിൽ പെട്ടുപോയില്ലേ. ഏത് ചിത്രത്തിലാണ് കാക്ക മരച്ചിലക്കടിയിൽ പെട്ടത് നമുക്ക് കാണാനാവുക? യെസ്, ചിത്രം സി ആണല്ലേ. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കൂട് താഴെ വീണു. അത് ഏത് ചിത്രത്തിലാണ് കൂട്ടുകാരെ കാണുന്നത്? അതെ, പിക്ചർ എയിലാണല്ലേ. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. കാറ്റത്ത്
ആ മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു പോയി. അത് ഏത് ചിത്രത്തിലാണ് കാണുന്നത്? ചിത്രം ഡി അല്ലേ? റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി കാക്കമ്മയെ രക്ഷിച്ചു. അതും കാണുന്നില്ലേ കൂട്ടുകാരെ? അപ്പോൾ ഓരോ ചിത്രത്തിനനുസരിച്ച് ഓരോ കോളത്തിൽ എഴുതി കൊടുക്കുക. ഈ ഈവൻസിനെ നോട്ട് പുസ്തകത്തിൽ ക്രമമായി എഴുതുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. നമ്മുടെ കഥയിലുള്ള കുറച്ച് ഡയലോഗ്സ് ഇവിടെ തന്നിട്ടുണ്ട്, സംഭാഷണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞതാണ് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആദ്യത്തെ ഡയലോഗ് എന്താണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഇതാരാണ് പറഞ്ഞത്? റോക്കിയാണല്ലേ പറഞ്ഞത്. ലീവ് മീ, അടുത്തയാണേ. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. എന്നെ വെറുതെ വിടൂ, ഞാൻ ആ അണ്ണാർക്കണ്ണനെ ഒന്ന് പിടിച്ചോട്ടെ. അതാരാണ് പറഞ്ഞത്? അത് ക്യാറ്റാണല്ലേ പറഞ്ഞത്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. അങ്ങനെ ആരാണ് കരഞ്ഞത്? എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞതാരാണ്? അതേ, അമ്മക്കാക്കയാണ്, മദർ ക്രോ. അപ്പോൾ ഓരോന്നും മക്കളെ എഴുതി നോക്കുക കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്, കടങ്കഥകൾ അല്ലേ? അപ്പോൾ അതുപോലെ റിഡിൽസ് നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആദ്യത്തെ റിഡിൽ നോക്കാം. ഐ ഹാവ് ലോങ് ഫെദേഴ്സ്, ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഐ എം വെരി ബ്യൂട്ടിഫുൾ, ഹൂ ആം ഐ. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് വലിയ തൂവലുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഞാൻ മഴ വന്നാൽ നൃത്തം ചെയ്യും. അത് പീക്കോക്കാണ് അല്ലേ? അടുത്തത് മൈ ബീക്ക് ഈസ് സ്ട്രോങ്, ഐ പെക്ക് ഓൺ ട്രീസ്, ഐ ഹാവ് എ ഫെദർ ക്രൗൺ, ഹൂ ആം ഐ. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊക്കുണ്ട്. ഐ പെക്ക് ഓൺ ട്രീസ്, ഞാൻ മരത്തിലൊക്കെ കൊത്തി നടക്കുന്നു. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, എനിക്ക് തൂവൽ കൊണ്ടുള്ള ഒരു കിരീടമുണ്ട് തലയിൽ. ഹൂ ആം ഐ, അത് വുഡ് പെക്കറാണ്, മരം കൊത്തിയാണ് അല്ലേ? ഇതാണ് റിഡിൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ റിഡിൽസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതൊരു ഡോഗിൻ്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ഡോഗിനെ കുറിച്ച് നമുക്കൊരു റിഡിൽ ഉണ്ടാക്കാം. ഐ ആം എ പെറ്റ് ആനിമൽ, ഐ ക്യാൻ ബാർക്ക് വെരി ലൗഡ്ലി, ഐ വിൽ പ്രൊട്ടക്റ്റ് യുവർ ഹൗസ് ഫ്രം തീവ്സ്, ഹൂ ആം ഐ. ഞാനൊരു പെറ്റ് ആനിമലാണ്, എനിക്ക് ഒച്ചത്തിൽ കുരക്കാൻ കഴിയും, ഞാൻ നിങ്ങളെ കള്ളന്മാരിൽ നിന്നും നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കും, ഞാൻ ആരാണ്? അടുത്തത് ആനയെക്കുറിച്ചാണ്. ഐ എം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത്, ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആനിമലാണ്. ഐ ആം ബ്ലാക്ക് ഇൻ കളർ, എനിക്ക് കറുപ്പ് നിറമാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്, എനിക്ക് നീണ്ടൊരു തുമ്പിക്കൈയുണ്ട്, ഞാൻ ആരാണ്? ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ റിഡിൽസ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. കുറച്ച് ആനിമൽസും അതിൻ്റെ യങ് വൺസിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മിസ്സിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞത്. കൗവിൻ്റെ യങ് വൺ ഏതാണ്? കാഫാണ് അല്ലേ? അതേപോലെ ഡാഷ് പപ്പി, ആരുടെ യങ് വണ്ണാണ് പപ്പി? ഡോഗിൻ്റെതാണല്ലേ? അപ്പോൾ ഡോഗ്, പപ്പി. അടുത്തത് ക്യാറ്റ് എന്ന് തന്നിട്ടുണ്ട്. ക്യാറ്റിൻ്റെ യങ് വൺ എന്താണ്? കിറ്റൺ, ക്യാറ്റ്, കിറ്റൺ. അടുത്തത് കിഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? യങ് വണ്ണിൻ്റെ പേര് കിഡ് എന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? ഗോട്ടിനെയാണ് കാണുന്നത് അല്ലേ? ഗോട്ട്, കിഡ്. അടുത്തത് ആരാണ് മക്കളെ? ചിക്ക്. ഇത് നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ക്രോ, ചിക്ക് അല്ലേ? ക്രോ എന്നാണ് അമ്മക്കിളിയുടെ പേര്, ചിക്ക് എന്നാണ് കുഞ്ഞിക്കിളി എന്ന് പറയാം, കുഞ്ഞിക്കാക്കയുടെ പേര്. ഔൽ എന്ന് പറഞ്ഞാൽ മൂങ്ങ, ഔലറ്റ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അല്ലേ? അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാപ്പിനെസ് എന്നാണ് പോയത്തിൻ്റെ പേര്. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്, എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്, എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റം, ആൻഡ് എ സ്റ്റം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. വിത്ത് എപ്പോഴാണ് സന്തോഷവാനാവുന്നത്? അതിനൊരു വേരുണ്ടാവുമ്പോഴാണ്. ആ വേരെപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അതൊരു മുട്ടായി വരുമ്പോഴാണ്. എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റം, അതിനൊരു തണ്ട് ഉണ്ടാവുമ്പോഴാണ് ആ ബഡ് ഹാപ്പി ആവുന്നത്. പിന്നീട് അതൊരു പൂവായി മാറുമ്പോഴാണ് ആ സ്റ്റമ്മിന്, തണ്ടിന് സന്തോഷമുണ്ടാവുന്നത്. ഇതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കവിതയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം.
റൈറ്റ് സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. നമ്മൾ താഴെ തന്നിരിക്കുന്ന ക്ലൂസ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസസ് മേക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. അപ്പോൾ ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ് എന്നൊക്കെ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ് എന്നൊക്കെ അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം അല്ലേ. എ ടീച്ചർ ഈസ് ഹാപ്പി വെൻ ഹിസ് സ്റ്റുഡൻസ് ലേൺ വെൽ. എ മദർ ഈസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. A father is happy when his family is safe. Grandfather is happy when he gets care. A kid is happy when he gets a toy. ഇനി നമുക്ക് ആക്ടിവിറ്റി 9 നോക്കാം. Here is a short poem about a parrot. Green parrot. Green parrot, green parrot, how do you cry? Screech, screech, screech goes my cry. പാരറ്റിനോട് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് കരയുന്നതെന്നല്ലേ. അപ്പോൾ പാരറ്റ് പറയുന്നു സ്ക്രീച്ച്, സ്ക്രീച്ച്, സ്ക്രീച്ച്. ഇനി നമുക്ക് ക്രോവിനെ കുറിച്ച് ഈ കവിത ഒന്ന് എഴുതി നോക്കാം. ബ്ലാക്ക് ക്രോ, ഹൗ ഡു യു ക്രൈ? ക്രാ 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 ഗോസ് മൈ ക്രൈ. ക്രാ 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 എന്നാണ് ഞാൻ കരയുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. ക്യാറ്റിനെ കുറിച്ചൊരു സ്റ്റാൻസ് എഴുതാനാണ് പറഞ്ഞത്. വൈറ്റ് ക്യാറ്റ്, ഹൗ ഡു യു ക്രൈ? മ്യാവ് 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 ഗോസ് മൈ ക്രൈ. അങ്ങനെ എഴുതാം അല്ലേ. ഇതുപോലെ ഓരോ ആനിമൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതിക്കൂടെ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 10. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരു ബേർഡ് വാച്ചിങ് ഡയറി നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഡേറ്റ് ആൻഡ് ടൈം എഴുതണം. നെയിം ഓഫ് ദ ബേർഡ്, കളർ ഓർ കളേഴ്സ്, സൈസ് ഓഫ് ദ ബേർഡ്, ബിഗ് ആണോ മീഡിയം ആണോ സ്മോൾ ആണോ എന്നൊക്കെ. പിന്നെ അതിൻ്റെ ആക്ഷൻസ്, അതെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പറക്കുകയായിരുന്നോ, പാട്ട് പാടുകയായിരുന്നോ, ഡൈവ് ചെയ്യുകയായിരുന്നോ, മുങ്ങാങ്കുഴി ഇടുകയായിരുന്നോ, ഈറ്റിംഗ് അത് ഭക്ഷണം കഴിക്കുകയായിരുന്നോ, നെസ്റ്റിംഗ് കൂടുണ്ടാക്കുകയായിരുന്നോ, അതൊക്കെ ഏതാണെന്ന് നമ്മൾ നിരീക്ഷിച്ച് ഇവിടെ ഈ കോളത്തിൽ എഴുതണം. പിന്നെ വേർ ഡിഡ് യു സീ, നിങ്ങൾ അതിനെ എവിടെയാണ് കണ്ടത്. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കിങ് ഫിഷർ, അതിനെ കണ്ടത് 11/10/2024. നെയിം ഓഫ് ദ ബേർഡ് എന്നുള്ളിടത്ത് നമുക്ക് കിങ് ഫിഷർ എന്ന് എഴുതാം. കളർ ഓർ കളേഴ്സ്, ബ്ലൂ ആൻഡ് ബ്രൗൺ ആയിരുന്നു അതിൻ്റെ കളേഴ്സ്. ഇനി ആക്ഷൻസ് എന്നുള്ളിടത്ത് നമുക്ക് ഫ്ലൈയിങ്, ഡൈവിംഗ് എന്നൊക്കെ കൊടുക്കാം. അത് മുങ്ങാങ്കുഴിയിട്ട് മീനുകളെ പിടിക്കാൻ പോവാറില്ലേ, അതൊക്കെ നമുക്ക് അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. പിന്നെ വേർ ഡിഡ് യു സീ ഇറ്റ്, അതിനെ നമ്മൾ എവിടെയാണ് കണ്ടത്. ഒരു കുളത്തിൻ്റെ അടുത്താണ് കണ്ടത്. നിയർ ദ പോണ്ട് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു പക്ഷിയെ കൊണ്ട് നിങ്ങൾക്കും എഴുതാവുന്നതാണ്. ക്രോ ആണോ, അല്ലെങ്കിൽ കുയിലാണോ, അല്ലെങ്കിൽ വുഡ് പെക്കറാണോ, ഏതെങ്കിലും ഒരു ബേർഡിനെ കുറിച്ച് ഇതുപോലെ നിങ്ങൾ ടേബിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. ഇത്രയും ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ബാക്കി ആക്ടിവിറ്റീസ് പാർട്ട് 2 ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.